ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വെറുതെ വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് യൂണിവേഴ്സിലേക്ക് നിങ്ങളെ സമർപ്പിച്ചുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് പെൻഡക്കിൾ ആണ്. നിങ്ങളുടെ എനർജിയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെയാണ്. നിങ്ങൾ അത്രയേറെ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാൻ വേണ്ടിയിട്ട്. ആരുടെ മുന്നിലും തലകുമ്പിട്ട് നിൽക്കേണ്ട സാഹചര്യം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. അത്രയേറെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അത്രയേറെ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ സേഫ്റ്റിയാണ് നിങ്ങൾ നോക്കുന്നത്. നിങ്ങളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. അതിൽ സക്സസ് എന്നാണ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന പെൻഡക്കിൾസ് അബണ്ടൻസ് എന്ന് പറയുന്നത് വളരെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യുവാൻ പറയുന്നു. സ്റ്റെബിലിറ്റി വേണമെന്ന് പറയുന്നു. എങ്ങനെയാണ്? അടിത്തറ വേണം, ഫൗണ്ടേഷൻ വേണം, സ്ട്രോങ് ആയിട്ട് തന്നെ ബിൽഡ് ചെയ്യണം. ഇവിടെ ചുറ്റുമുള്ള എനർജീസ് എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് ചിന്തിക്കുന്നവരല്ല. നെഗറ്റീവ് എനർജീസ് ഉണ്ടെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഭദ്രമാക്കാനായിട്ട് ശ്രമിക്കുക. ചുറ്റുമുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് കിങ് ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങളുടെ ഇന്റലിജൻസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ക്ലിയർ തിങ്കിങ്ങിനെ, സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ് നിങ്ങൾ എന്ന് യൂണിവേഴ്സ് പറയുന്നു. മറ്റുള്ളവരോട് നല്ല രീതിയിൽ സംസാരിക്കുവാനും പെരുമാറുവാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നു. അത് തന്നെയാണ് നിങ്ങളുടെ ജീവിത വിജയവും. അവരവരുടെ കാര്യങ്ങൾ നോക്കി പോകുന്ന എനർജി അല്ല നിങ്ങൾ. മറ്റുള്ളവരെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നു. ഇവിടെ ഒരു ലീഡറെയാണ് കാണിച്ചു തരുന്നത്. ഏതൊരു പ്രവൃത്തിയിലാണോ നിങ്ങൾ ഏർപ്പെടുന്നത് അവിടെ നിങ്ങൾക്കുള്ള കഴിവിനെ, മുന്നോട്ട് നയിക്കാനുള്ള കഴിവിനെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നു. സത്യത്തിലും നീതിയിലും നിൽക്കുന്ന നിങ്ങളെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. കറേജുള്ള നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെ ആര് ചീറ്റ് ചെയ്തിട്ടുണ്ടോ, നിങ്ങളെ ആര് വഞ്ചിച്ചിട്ടുണ്ടോ അവരോട് നേർക്ക് നിന്ന് പൊരുതാനാണ്. അവിടെ മുന്നില് നിങ്ങളുടെ വാല്യൂ കാണിച്ചു കൊടുക്കാനാണ്. നിങ്ങൾക്ക് ഇനി ചെയ്യാനുണ്ട്. അവസരങ്ങൾ നിങ്ങളിലേക്ക് തന്നെയാണ്. അവരും നിങ്ങളും പ്രണയത്തിലായിരുന്നപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ അവർ മികച്ചതായിരുന്നു, നിങ്ങളെക്കാളും ഒരുപാട് കാര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ സൈലന്റ് ആയിട്ടും ക്വിക്കായിട്ട് നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. ഇവിടെ 7 ഓഫ് സോർട്സിന്റെ എനർജിയാണ്. നിങ്ങളോട് പറയാതെ സഡൻ ആയിട്ട് നിങ്ങളിൽ നിന്നും മാറിപ്പോയിട്ടുള്ള എനർജിയാണ് കാണിക്കുന്നത്. പിന്തിരിഞ്ഞ് നോക്കുകയാണ് മറ്റുള്ള വ്യക്തികളുടെ എനർജി ഇതിലുണ്ട്. ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഇന്ന് മാറിപ്പോയിട്ടുള്ളത്? നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട്, ചെറിയ രീതിയിലുള്ള ചീറ്റിംഗ് കാണിക്കുന്നുണ്ട്. ചീറ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുള്ളത് അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് കപ്സിന്റെ എനർജിയാണ്. അവരുടെ ലൈഫിൽ ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങളെയാണ് കാണിച്ചു തരുന്നത്. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു. 7ന്റെ എനർജിയാണ്. ഒത്തിരി പേർക്ക് അവരുടെ സ്നേഹം അവർ കൊടുത്തിരുന്നു. ഫാമിലി മെമ്പേഴ്സ്, സുഹൃത്തുക്കൾ, ഒത്തിരി കാര്യങ്ങൾ. അതിൽ ഒരു എനർജി മാത്രമാണ് നിങ്ങൾ, ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഫാന്റസിയിലൂടെ പോവാന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹം നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടായുള്ളൂ. പൂർണ്ണമായിട്ടും അവർ നിങ്ങളെ സ്നേഹിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ പങ്കിട്ട് കൊടുത്തിരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത്. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ്. തിരിച്ചറിവിന്റെ വക്കിലാണ് അവര്. വിഷ്ഫുൾ തിങ്കിങ് എന്നാണ് പറയുന്നത്. ഇവിടെ അവരുടെ ജീവിതത്തിൽ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു എന്ന് തന്നെയാണ് കിങ് ഓഫ് കപ്സ് കാർഡ് പറയുന്നത്. തിരിച്ചറിവ് തന്നെയാണ് അവരിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. ഫ്യൂച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ കൂടെ വേണമെന്ന് തന്നെയാണ് കിങ് ഓഫ് കപ്സ് പറയുന്നത്. അവരുടെ ഇമോഷനെയാണ് കാണിച്ചു തരുന്നത്. ക്ഷമയോട് കൂടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നത് ഈ ഒരു ബന്ധത്തിൽ സ്റ്റെബിലിറ്റി കിട്ടാനാണ്, ഒരു ബാലൻസ് കിട്ടാനാണ്. ഇന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയുന്ന വ്യക്തികൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു കപ്പ് നിറയെ വൈസ് ലീഡറെ പോലെ തന്നെ സ്നേഹിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. ഇപ്പോഴാണ് അവർക്ക് തിരിച്ചറിവ് വന്നിട്ടുള്ളത്. ഇന്ന് നിങ്ങളുമൊത്തുള്ള ജീവിതം അവർ ആഗ്രഹിക്കുന്നു. ആ ഒരു സ്നേഹം ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് അവർ നിൽക്കുന്നത്, വരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.
നെക്സ്റ്റ് കാർഡ് 5 ഓഫ് വാൻസിന്റെ എനർജി. ഒരു ചലഞ്ചിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ എനർജിയാണ്. അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയ ഒരു നിമിഷം മുതൽ നിങ്ങളിൽ വന്നിട്ടുള്ള മാറ്റത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. ചലഞ്ചാണ്. ഇവിടെ നിങ്ങൾക്ക് ലിമിറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ് നിങ്ങളുടെ ചിന്ത. എല്ലാത്തിനും അവരുമായിട്ടുള്ള ബന്ധത്തിൽ ഏതൊരു കാര്യം ചെയ്യാനും പരിമിതികൾ ഉണ്ടായിരുന്നു. ഇന്ന് ഫ്രീഡത്തെയാണ് കാണിക്കുന്നത്. ശരിയാണ്, അവരിൽ നിന്ന് മാറി നിൽക്കുകയാണ്. ശരിയാണ്, അതിൽ നിങ്ങൾ വേദനിക്കുന്നുണ്ട്. പക്ഷേ അവരുടെ കൂടെ നിങ്ങളായിരുന്നപ്പോൾ കൂട്ടിലടയ്ക്കപ്പെട്ട കിളിയെ പോലെ ആയിരുന്നു. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ പോയിരുന്ന നിങ്ങൾക്ക് ഇന്നൊരു ഫ്രീഡമാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണതയിൽ നിങ്ങൾ എത്തുന്നത്. ഇന്ന് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളുടെ എനർജി അത്രയേറെ കൂടുതലാണ്. മാറ്റം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചലഞ്ച് ഇവിടെ അവർ വരുമ്പോൾ വരട്ടെ. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് സോർട്സിന്റെ എനർജി. പെയിൻഫുൾ എൻഡിങ് എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ വേദനകൾ അവസാനിക്കുന്നു. അത്രയേറെ വേദനയിലൂടെ പോയിരുന്ന നിങ്ങളുടെ ദിവസങ്ങളെയാണ്, മാസങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട്, ഒരു അവസരത്തിനായിട്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അവരെ കാണുവാൻ, സംസാരിക്കുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അത്രയേറെ വേദനിച്ചിരുന്ന നിമിഷങ്ങൾ കാണിച്ചു തരാണ് യൂണിവേഴ്സ്. എന്നാൽ ആ വേദനകൾക്കൊക്കെ ശമനമായി എന്നാണ് പറയുന്നത്. ഇവിടെ റിലീസിങ് എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്കുള്ള തടസ്സങ്ങൾ മാറുന്നു, അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഹോപ്പിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളുടെ വേദനകൾ മാറിക്കൊണ്ട് പൂർണ്ണമായിട്ടും നിങ്ങൾ പോസിറ്റീവിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. ഓരോ ദിവസവും നിങ്ങളിലേക്ക് മാറ്റം തന്നെയാണ്, പോസിറ്റീവ് എനർജി തന്നെയാണ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ്. ഇവിടെ ഒരുപാട് ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തില് പൂർണ്ണതയിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്ന എനർജിയെ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഫയറിനെയാണ്. ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിലും നിങ്ങൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജി തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരുപാട് അവസരങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു. അവസരങ്ങൾ നിങ്ങളിലേക്ക് തന്നെ എന്നാണ് കാർഡ് പറയുന്നത്. ന്യൂലി ഫൗണ്ടഡ് ഇൻസ്പിറേഷൻ എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു സ്പാർക്ക് വരുന്നുണ്ട്, എനർജി വരുന്നുണ്ട്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷത്തെ യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരികയാണ്. അതന്നെയാണ് നിങ്ങളെ നിങ്ങളുടെ സ്വപ്നം സഫലമാക്കാനായിട്ട് പോകുന്നത്. പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തുന്നു. ആ ഒരു ഫയർ എന്ന് പറയുന്നത് നിങ്ങളെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കുന്ന സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ആസ് എ ഡ്രീമർ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇത്രയും നാളും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിട്ടുള്ളത്, ആ കാര്യങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വരുന്നു എന്നാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങളെന്ന ഫ്ലെയിമിനെ, നിങ്ങളെന്ന പോസിറ്റീവ് എനർജിയെ അവർ ഇന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരാണ്. നിങ്ങളുടെ പവറിനെ അവർ മനസ്സിലാക്കാണ്. നിങ്ങളുടെ കഴിവിനെ അവർ മനസ്സിലാക്കാണ്. നിങ്ങൾ എന്തെന്ന് അവർ മനസ്സിലാക്കാണ്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ എനർജിയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. നിങ്ങളിലേക്ക് വന്നിട്ടുള്ള ചലഞ്ച്, നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റമാണ് നിങ്ങളുടെ പേഴ്സണൽ മാറ്റം കൊണ്ടുവരുന്നത്. അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ക്യൂക്കായിട്ടും സൈലന്റ് ആയിട്ടും നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പ്രോഗ്രസ് നോക്കി പോയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണെ കാണിച്ചു തരുന്നേ. അവർ തിരിച്ചു വരുമ്പോൾ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങളുടെ തന്നെയാണ്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ തീരുമാനം നിങ്ങൾക്ക് എടുക്കാം. ഒരാൾക്ക് നോക്കാണ്. കൺഫ്യൂഷൻ എന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വേർ വി സ്റ്റാൻഡ്. നമ്മൾ ഇന്ന് എവിടെയാണ് എന്ന് എനിക്ക് വ്യക്തതയില്ല എന്നാണ് അവർ പറയുന്നത്. നമ്മളുടെ സ്റ്റാൻഡ് അവർക്ക് വ്യക്തതയില്ല എന്നാണ്. കൺഫ്യൂഷൻ, നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ തന്നെയാണ് കാണിക്കുന്നത്. അവരാണ് തെറ്റ് ചെയ്തതെന്ന് അവർ മനസ്സിലാക്കുന്ന സാഹചര്യത്തെയാണ് കാണിക്കുന്നത്. അവർക്കൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് കാർഡ് നെഗ്ലക്റ്റഡ് എന്നാണ്. ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് തരുന്നതിന് ഞാൻ പരാജയപ്പെട്ടു എന്നാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണ്? അവരുടെ സ്നേഹമാണ്, നിങ്ങളെ മനസ്സിലാക്കുക എന്നാണ്. അതവർ ചെയ്തിരുന്നോ? ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവർ തിരിച്ചറിയുന്നത്. അവരതിൽ പരാജയം എന്ന് തന്നെയാണ് അവർ പറയുന്നത്.
അവരുടെ കാര്യങ്ങൾ മാത്രമേ അവർ നോക്കിയിട്ടുള്ളൂ. നിങ്ങളുടെ ഫീലിങ്സിനെ അവർ ആ സമയത്തൊന്നും കണ്ടിട്ടുണ്ടായില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഡെസ്റ്റിനി, ഐ ആം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദ റൈറ്റ് പാത്ത്. ശരിയായ പാത കണ്ടെത്താനായിട്ട് ഞാൻ പാടുപെടുകയാണ് എന്നവർ പറയാണ്. മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ തന്നെയാണ് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും സെപ്പറേഷനിലാവാൻ കാരണം എന്ന് തന്നെയാണ് ഇവിടെ കാർഡ് വ്യക്തമാക്കുന്നത്. ശരിയായ പാത കണ്ടെത്താനായിട്ട് അവർ പാടുപെടുകയാണ്. ഇപ്പോഴും തീരുമാനമെടുക്കാത്ത വ്യക്തികളുണ്ട്. നെക്സ്റ്റ് കാർഡ് ഹോപ്പ് എന്നാണ്. ഐ ഹാവ് ഗിവൻ അപ്പ് ഓൺ അസ് യെറ്റ്. ഞാൻ ഇതുവരെ നിങ്ങളെ കൈവിട്ടിട്ടില്ല എന്ന് പറയാണ്. അവരുടെ ഓർമ്മ നിങ്ങളിലേക്ക് തന്നെയാണ്. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. അവർ പൂർണ്ണതയിൽ എത്തുന്നത് നിങ്ങൾ അവരുടെ കൂടെയുള്ളപ്പോൾ മാത്രമാണെന്ന തിരിച്ചറിവ് അവരിലുണ്ട്. ഹോപ്പ് കാണിക്കുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചുറ്റുമുണ്ട്. അതവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇൻസെപ്പറബിൾ, അവർ ലവ് ഈസ് ഓൾവേസ് ദർ ഡിസ്പൈറ്റ് ദി ഡിസ്റ്റൻസ്. എത്ര അകലെയാണെങ്കിലും നമ്മുടെ സ്നേഹം അവിടെ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിൽ നിന്നും അവർക്ക് പിരിഞ്ഞു പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് കാർഡ് പറയുന്നത്. കോൺവെർസേഷൻ, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളെ കോൾ ചെയ്യാനും നിങ്ങളുടെ വോയിസ് കേൾക്കുവാനും അവർ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ ചെയ്തവർക്ക്, അങ്ങനെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തവർക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ചെയ്തവർക്കൊക്കെ പോസിറ്റീവ് ആൻസർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങൾക്കൊരു ആൻസർ കിട്ടിയിട്ടുണ്ട്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.